പാസ്റ്റർ ജോൺ ജോർജ് രാജൻ കല്ലുമല എന്ന പേരിലാണല്ലോ അദ്ദേഹം അറിയപ്പെടുന്നത്. ദൈവവും അദ്ദേഹത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് തുറന്നുള്ള സമയം പാസ്റ്റർ രാജൻ കല്ലുമല നമ്മളോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഓവർ ടു പാസ്റ്റർ രാജൻ കല്ലുമല. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യായാമത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വിലയേറിയ ദാസൻ കുടുംബം, ദൈവസഭ, ഈ സന്ധ്യയിൽ ഈ സൂമിൽ കയറിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ പറയുന്നു. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളെ എല്ലാവരെയും ഇങ്ങനെ സൂമിൽ കൂടെ കാണാൻ, എല്ലാവരെയും കാണാൻ പറ്റുന്നില്ലെങ്കിലും കുറച്ചു പേരൊക്കെ ഉണ്ട്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഈ സന്ധ്യായാമത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ വചനവുമായി നിൽപ്പാൻ സർവശക്തനായ ദൈവം എനിക്കും ഒരു സാവകാശം ഒരുക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ഞായറാഴ്ച നമ്മൾ ഒന്നിച്ച് കണ്ടു പിരിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ദൈവം തന്റെ വലിയ കരുണയിലും കൃപയിലും നമ്മളെല്ലാവരെയും പരിപാലിച്ചത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരുപാട് മുഖവര കൂടാതെ ഞാൻ വചനത്തിലേക്ക് പ്രവേശിക്കുന്നു. സമയത്തിന്റെ പരിമിതി നമുക്കുണ്ടല്ലോ. ആ സമയത്തിനുള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന ആലോചനകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മളൊരു പ്രത്യേക കാര്യം പ്രാർത്ഥിക്കണം. നമ്മുടെ നാടിനു വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം ദൈവദിനം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവിനെ പഠിപ്പിച്ചൊരു കാര്യം യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ രാജ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. ആ രാജ്യത്തിന് നന്മയുണ്ടെങ്കിൽ ആ നിങ്ങൾക്കും നന്മയുണ്ടാകും. ആ രാജ്യത്തിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്കും നന്മയുണ്ടാകും. അത് കൃത്യമായൊരു ദൂത. അപ്പൊ നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ രാജ്യം, ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ രാജ്യം, ഞങ്ങളൊക്കെ ഇവിടെ വിസിറ്റിന് വന്നിച്ചു പോകുന്ന ദൈവദാസന്മാരാ. പക്ഷേ എല്ലാ ദിവസത്തിലെയും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ സബ്ജക്റ്റുകൾ കൂടുതലുള്ളപ്പോൾ ചിലപ്പോൾ വിട്ടുപോയില്ലെങ്കിൽ പ്രാർത്ഥനയിൽ ഈ രാജ്യത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കും. നാട്ടിലായിരിക്കുന്ന സന്ദർഭത്തിലും ഇവിടെയുള്ള ദൈവമക്കളെ ഓർക്കുമ്പോൾ UK വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. എന്തായാലും ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് പടപൊരുതി തന്നിഷ്ടം മാത്രം ചെയ്യുന്ന ഗവൺമെന്റിനെ ദൈവം താഴെ ഇറക്കി. ഇപ്പൊ റിസൾട്ട് വന്നുകൊണ്ടിരിക്കുന്നത് തനിക്ക് സ്വന്തമായിട്ട് തന്റെ ഇഷ്ടം സ്വയം തന്റെ മനസ്സിൽ വരുന്നതൊക്കെ ചെയ്യാൻ കഴിയുന്നില്ല. ശക്തമായ ഒരു പ്രതിപക്ഷത്തെ ദൈവം ആക്കി. അതുകൊണ്ട് സ്വന്തം ഇഷ്ടമൊന്നും ഇപ്പൊ നടക്കത്തില്ല. സ്തോത്രം. എങ്കിലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആമേൻ. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന് നന്മയുണ്ടെങ്കിൽ നമുക്ക് നന്മയുണ്ട്. ഞങ്ങളും പറയുന്നു, ഞങ്ങൾ ഈ രാജ്യത്ത് വന്ന് നന്മകൾ അനുഭവിച്ചുകൊണ്ട് പോകുന്നവരാ. സ്തോത്രം. അതുകൊണ്ട് ഈ രാജ്യത്തെ ഓർത്ത് ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കും. ഈ രാത്രികാലം ഒരു വചനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം പറഞ്ഞില്ല. ഞാൻ പറയാൻ പോകുന്നത്, ദൈവദാസന്മാരാര് ശുശ്രൂഷിച്ചാലും അവര് പറയുന്ന ദൈവവചനത്തെ അത് ദൈവവചനമായി കൈക്കൊള്ളാനും അത് ദൈവവചനമായി വിശ്വസിക്കാനും ഉള്ള പ്രാപ്തി നമുക്ക് തരേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കണം. കേട്ടച്ച് വിടാൻ നല്ല രസമാണ്. പക്ഷെ അത് ഉൾക്കൊണ്ടാൽ, അത് കൈക്കൊണ്ടാൽ, അത് വിശ്വസിച്ചാൽ, അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ ആ വചനം കൊണ്ട് പ്രയോജനമുള്ളൂ. കേട്ടത് കൊണ്ടല്ല പ്രയോജനം. അത് വിശ്വസിക്കുകയും ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയും ചെയ്താൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതുകൊണ്ട് ഈ വചനത്തെ ഗ്രഹിക്കാൻ നമുക്ക് ആരോഗ്യം വേണം. വചനം ഗ്രഹിക്കാൻ ആരോഗ്യം വേണം. അതുകൊണ്ട് സ്തോത്രം, ലളിതമായ പ്രസംഗ ശൈലികളും ലളിതമായ പ്രസംഗങ്ങളിലും ഒക്കെ നിർത്തിയിട്ട് കുറച്ചുകൂടെ ആഴത്തിലും അർത്ഥത്തിലും ഇറങ്ങി ശുശ്രൂഷിപ്പാൻ ദൈവദാസന്മാരെ ദൈവം ഈ കാലങ്ങളിൽ ശക്തിയോട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. അതുകൊണ്ട് നമുക്ക് എന്നും പാല് കുടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ആ കാലം കഴിഞ്ഞു. ഇനി കട്ടിയായത് കഴിച്ച് ആത്മാവിൽ ബലപ്പെട്ട ആരോഗ്യത്തോടെ കർത്താവിന് വേണ്ടി
ജീവിപ്പാൻ തക്കവണ്ണം ഈ വചനം നിങ്ങൾക്ക് ഉതകട്ടെ, അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 2 കൊരിന്ത്യ ലേഖനം 7-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമ്മളൊരു കുറിവാക്യമായി വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. വേഗത്തിൽ വായിക്കുന്നവരുണ്ടെങ്കിൽ വായിക്കാം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് വായിച്ചാട്ടെ, ആരും വായിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ജഡത്തിലും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ഒത്തിരി ചിന്തിക്കാൻ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ അതിനകത്ത് കിടപ്പുണ്ട്. പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ ആഴമായ അർത്ഥമുള്ള ഒത്തിരി പ്രസംഗങ്ങൾ, ഒത്തിരി ദൂതുകൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ശാസനയുണ്ട്, ശിക്ഷണയുണ്ട്, ഉപദേശമുണ്ട്, അഭിപ്രായമുണ്ട്, എല്ലാം അതിനകത്ത് താന് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ലേഖനം പൂർത്തീകരിക്കുന്നത്. അതിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗമാണ് നമ്മൾ വായിച്ചതിൽ ഒന്ന്. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്. പണ്ടൊരാള് ചോദിച്ചു, കൊരിന്ത്യ ലേഖനം എന്തിനാ കോഴഞ്ചേരിക്കാർക്ക്? അത് കൊരിന്ത്യർക്കുള്ളതല്ലേ, നമുക്കെന്തിനാണ്? ഇത് കൊരിന്ത്യർക്ക് മാത്രം ഉള്ളതല്ല, ഇത് കോഴഞ്ചേരിക്കാർക്കൂടെ ഉള്ളതാ. സ്തോത്രം. ഇതിന്റെ പേര് ചാക്രിക ലേഖനമെന്ന്. ഒരു സഭയിൽ ഇത് വായിച്ചിട്ട് അടുത്ത സഭയ്ക്ക് ഇത് കൈമാറും. അന്നത്തെ കൊരിന്ത്യയിലെ സഭയ്ക്ക് വേണ്ടി മാത്രം എഴുതിയ ലേഖനമായിരുന്നെങ്കിൽ അവര് വായിച്ച് അവസാനിപ്പിച്ച് അവിടെ കൊണ്ട് തീർത്തേനെ. ഇത് വേദപുസ്തകത്തിൽ കയറേണ്ട കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇത് നമുക്കൂടെ ആവശ്യമുള്ളതാ. പൗലോസിന്റെ ഈടുറ്റ 14 ലേഖനങ്ങളാണ്. അത് പഠിക്കുമ്പോഴാണ് ഒരുത്തൻ ക്രിസ്ത്യാനിയാകുന്നത്. ഒരുത്തൻ ക്രിസ്ത്യാനിയാകണമെങ്കിൽ സുവിശേഷത്തിലൂടെ ക്രിസ്തുവിനെ അറിഞ്ഞ് ലേഖനത്തിലൂടെ അവൻ ക്രിസ്ത്യാനിയായി ജീവിക്കുമ്പോഴാണ് അവൻ ശരിക്കും ഒരു ക്രിസ്ത്യാനിയായിട്ട് മാറുന്നു. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ ഈടുറ്റ ലേഖനങ്ങളിൽ 14 ലേഖനങ്ങളിൽ 13 പ്രാർത്ഥനകൾ പൗലോസ് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് നമുക്ക് ചിന്തിക്കാനുള്ള വിഷയം ഇതാണ്. പ്രിയമുള്ളവരെ, ആ വിളി കേട്ടാൽ വളരെ മനോഹരമായ വിളിയ. വാസ്തവത്തിൽ കൊരിന്ത്യരെ വിളിക്കുന്ന വിളി കേട്ട്, കൊരിന്തെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ദുഷ്പ്രവൃത്തിക്കാരനെന്നോ വൃത്തികെട്ടവനെന്നോ കൊള്ളരുതാത്തവനെന്നോ എന്നൊക്കെ അതിന്റെ അർത്ഥം. സ്തോത്രം. അല്ലയോ കൊരിന്ത്യരെ എന്ന് വിളിക്കുന്നൊരു പദമുണ്ട്. എന്നാൽ പറയുന്ന വിശുദ്ധന്മാർക്ക് എഴുതുന്നത്, പണ്ട് നീ കൊരിന്ത്യനായിരുന്നു, കൊരിന്ത്യനായിരുന്നു. എന്നാൽ ക്രിസ്തുവേശുവിനെ സ്വീകരിച്ച് വചനാടിസ്ഥാനത്തിൽ ക്രിസ്തുവിങ്കിലേക്ക് വന്ന ശേഷം നിന്റെ പേരിന്റെ അർത്ഥം ജീവിതത്തിൽ ഉണ്ടാകരുത്. പേരങ്ങനെ അവിടെ കിടന്നോട്ടെ, അതിന്റെ അർത്ഥം ഉണ്ടാകരുത്. പക്ഷെ പൗലോസിന് അവരെ അങ്ങനെ വിളിക്കേണ്ടി വന്നു. അതിന്റെ സാഹചര്യമൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് കൊരിന്ത്യ ലേഖനത്തിൽ കാണുന്നുണ്ട്. സാഹചര്യം അത് വിട്ടേരും. ഈ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തനിക്ക് കൊരിന്ത്യ സഭയോട് പറയാനുള്ള ദൂത്, ഈ രാത്രി നമ്മളോടും പറയാനുള്ള ദൂത്, പ്രിയമുള്ളവരെ, വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും പോക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ആ വിളി, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നോക്കണം, നമുക്കുള്ളത് കൊണ്ട്. ഇതിനകത്ത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, വാഗ്ദത്തങ്ങൾ ഇല്ലാത്തവരാരും ഇതിനകത്തില്ല. നീ ദൈവവചന അടിസ്ഥാനത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച്, ഞാൻ അങ്ങനെ പറയാൻ കാരണം കൂടെ പറയാം, കൺവെൻഷനുകളും കാത്തിരിപ്പ് യോഗങ്ങളും ഉപവാസ പ്രാർത്ഥനകളും ഒക്കെ ആൾക്കാര് പലയിടങ്ങളിലായിട്ട് വന്ന് രക്ഷിക്കപ്പെട്ടെന്നും പറഞ്ഞ് കൈപൊക്കി പെട്ടച്ചു പോകുന്ന പാർട്ടികളുണ്ട്. സാഹചര്യം വരുമ്പോ ഇവര് കൈ അങ്ങ് താത്തിടും. കൈപൊക്കുന്നതല്ല രക്ഷിക്കപ്പെടൽ, വാഗൊണ്ട് ഏതാണ്ട് പറയുന്നതും അല്ല രക്ഷിക്കപ്പെടൽ. ശരിയായിട്ടുള്ള വീണ്ടും ജനനം എന്ന് പറയുന്നത് ഒരു തോന്നലല്ല, ഒരു കെട്ടുകഥയല്ല, ഒരു കിഴവിക്കഥയല്ല.
ആരോ പറഞ്ഞു തരുന്ന വാചകങ്ങൾ ഏറ്റുപറയുന്നതുമല്ല. അകത്ത് നടക്കുന്ന, ഹൃദയത്തിനകത്ത് നടക്കുന്ന ഒരു പരിവർത്തനത്തിന്റെ യഥാർത്ഥ രൂപമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. അതൊരു അനുഭവമാണ്. അതൊരു അനുഭവം. ഈ അനുഭവം പ്രാപിച്ചവർക്ക് ജീവിതത്തിൽ തെറ്റൊക്കെ വന്നാൽ ഉണ്ടല്ലോ, അവരുടെ ഒരു ക്വാളിറ്റി പറഞ്ഞുതരാം. ഒരു ചെറിയ പെശക് അവരുടെ ജീവിതത്തിൽ വന്നാൽ അവർക്ക് അന്ന് ഉറങ്ങാൻ കഴിയത്തില്ല, അവർക്ക് പിന്നെ സമാധാനം ഉണ്ടാകത്തില്ല, ഭക്ഷിക്കാൻ കഴിയത്തില്ല, പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല. എന്താ കാരണം? എന്തോ ഒരു എറർ അവരുടെ ജീവിതത്തിൽ വീണു. അത് പോയി ദൈവത്തോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ചല്ലാതെ, അതിനൊരു ശാന്തി വന്നല്ലാതെ അവർക്ക് സമാധാനം വരുത്തില്ല. അതാണ് അതിന് പ്രത്യേകത. അപ്പൊ ചിലർ ചോദിക്കുന്നുണ്ട്, ഞാൻ ദൂതലേക്ക് ചിലർ ചോദിക്കുന്നുണ്ട്, എന്തെല്ലാം കുരുത്തക്കേടുകൾ നടത്തിയിട്ടും സംഭവിച്ചിട്ടും ആൾക്കാർക്ക് യാതൊരു കൂസലുമില്ലാതെ വന്നിരുന്ന് കർത്തൃമേശ അനുഭവിച്ച് കയ്യും കൊട്ടി പാട്ടും പാടി ഒക്കെ പോകുന്നുണ്ടല്ലോ, അതെന്താ പാസ്റ്ററെ? പറയാം. ഈ കൂട്ടത്തിലൊക്കെ പാടുകയും കർത്തൃമേശ എടുക്കുകയും ഒക്കെ ചെയ്യാൻ എല്ലാവർക്കും കഴിഞ്ഞേക്കാം. എന്നാൽ എല്ലാരും അങ്ങ് നിത്യതയിൽ ചെല്ലുമെന്ന് എനിക്കൊരു വിശ്വാസവും ഇല്ല. പ്രൈസ് ദി ലോർഡ്. തിരഞ്ഞെടുക്കപ്പെട്ടവര്, വിളിക്കപ്പെട്ടവര്, ഈ രണ്ട് തിരഞ്ഞെടുപ്പും വിളിയും ജീവിതത്തിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയവർക്ക്, പ്രൈസ് ദി ലോർഡ്, വീഴ്ചകൾ വന്നാൽ, താഴ്ചകൾ വന്നാൽ, തെറ്റുകൾ വന്നാൽ അവരുടെ ആത്മാവിന് സ്വസ്ഥത ഉണ്ടാകത്തില്ല. അവരത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവത്തിന്റെ സന്നദ്ധിയിൽ നിരപ്പ് പ്രാപിക്കുന്നത് വരെ അവർക്ക് ഉറക്കം വരുത്തില്ല. അതാണ് ഒരു പ്രത്യേകത. വീണ്ടും ജനനം പ്രാപിച്ചവനെ കണ്ടാൽ അറിയാം. കാരണം ക്രിസ്തു അവന്റെ അകത്തുണ്ടെന്നവന് നല്ല ഉറപ്പ. കാര്യം എന്താ? സോറി, ഹല്ലേലൂയ. ഇതൊരു അനുഭവമായത് കൊണ്ടാ, തോന്നലല്ല, ഇതൊരു അനുഭവമായത് കൊണ്ടാ. ഓട്ടെ, അങ്ങനെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ കർത്താവിനെ കണ്ടിറങ്ങിയ നിന്നോട് പറയുക, നിനക്കൊരു വാഗ്ദത്തമുണ്ട്. നിനക്കൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം ചെറുതല്ല. ജീവിതത്തിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും വലിയ വാഗ്ദത്തം എന്താണെന്ന് അറിയാമോ? കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും വന്ന് എന്റെ കൂട്ടത്തിൽ കൊണ്ടുവന്നിരുത്തും. അതിനേക്കാൾ വലിയ വാഗ്ദത്തം എന്താ? ഈ ലോകത്തിലെ വാഗ്ദത്തങ്ങളെല്ലാം ഇവിടം കൊണ്ട് അസ്തമിക്കുമ്പോൾ നിത്യനായവന്റെ നിത്യമായ വാഗ്ദത്തം ജീവിതത്തിൽ പ്രാപിച്ച ദൈവ മക്കൾക്ക് അത് വിട്ടെറിഞ്ഞൊന്നും ചെയ്യാൻ കഴിയത്തില്ല. അവരുടെ ലക്ഷ്യം മുഴുവനും ഈ ലോകമല്ല, ലോകത്തെയും ലോകത്തിൽ ഉള്ളതിനെയും ജഡത്തെയും ജഡത്തിലുള്ളതിനെയും ഉപേക്ഷിച്ച് കളഞ്ഞിട്ട് ക്രിസ്തുവിന് വിരോധമായി ഉയർന്നു വരുന്ന ഓരോ ഉയർച്ചകളെയും യേശുവിന്റെ നാമത്തിലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലും പിടിച്ചടക്കിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ അവരെ ദൈവാത്മാവ് ബലപ്പെടുത്തും, സഹായിക്കും. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഓടി വരട്ടെ. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് എന്റെ വിഷയത്തിലോട്ട് ഞാൻ കയറുന്നു. ഈ വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ, അത് ഭൂമിയിലുള്ളതാകട്ടെ, അത് സ്വർഗത്തിലുള്ളതാകട്ടെ, നമുക്ക് വേണ്ടിയ 4 കാര്യങ്ങൾ ഒന്ന് ഓർമ്മയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യവും എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 36-ാമത്തെ വാക്യവും, ആ 2 വാക്യങ്ങൾ, എബ്രായ ലേഖനം 6-ന്റെ 12-ഉം 10-ന്റെ 36. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അധികാരികളായി തീരും. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ, നോക്കിക്കേ, ഒരു 3 കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 10-ന്റെ 36 വായിച്ചു. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. നമ്മൾ ഈ പലർക്കും ഇല്ലാത്ത കുറെ സാധനത്തിന്റെ പേര് അവിടെ എഴുതി വെച്ചേക്കുന്നത്. വാഗ്ദത്തം പ്രാപിക്കേണ്ടവരുടെ ക്വാളിറ്റി കൃത്യമായിട്ട് അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. 1,
മന്ദത. 2 അവിശ്വാസം. ആമേൻ. ആ 6:12 കൂടെ വായിച്ചാട്ട്, അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമ. പ്രൈസ് ദി ലോർഡ്. 4-ാമത്തേതാണ് സഹിഷ്ണുത. ദൈവത്തിന് സ്തോത്രം. അപ്പൊ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ ചിലരൊക്കെ സ്റ്റേജിൽ കയറി നിന്നുകൊണ്ട് പറയാറുണ്ട്, ഇന്നാ പിടിച്ചോ, വാരിക്കോ, എടുത്തോ, പ്രാപിച്ചോ, കൊണ്ടുപോക്കോ എന്നൊക്കെ പറഞ്ഞാൽ ദൈവമക്കളെ, അതൊക്കെ ഒരുമാതിരി തട്ടിപ്പ് കേസാ. നമുക്ക് ദൈവം വാഗ്ദത്തം എഴുതി നമ്മുടെ കയ്യിൽ തന്നിരിക്കുക അല്ലെ? ഇത് രേഖയാക്കി നമ്മുടെ കയ്യിൽ തന്നിരിക്കുക. ഇത് വായിച്ച് മനസ്സിലാക്കി ഇതിനകത്ത് നമ്മളോട് ദൈവം കൽപ്പിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഓരോന്നും നമ്മൾ പ്രാപിക്കണമെങ്കിൽ അത് പ്രാപിച്ചവരുടെ അനുകാരികളായിട്ട് നമ്മൾ പോണം. വാഗ്ദത്തം പ്രാപിച്ചത് എങ്ങനെയാണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങളും വാഗ്ദത്തം പ്രാപിച്ചവരുടെ അനുകാരികളായിരിപ്പീൻ. അവരെങ്ങനെയാ പ്രാപിച്ചത്? അവർക്ക് മന്ദതയില്ല. സ്തോത്രം. ഞാനൊന്ന് തൊട്ടു പോയേക്കാം. 1, വാഗ്ദത്തം പ്രാപിക്കാൻ തടസ്സമായിരിക്കുന്നത് മന്ദത. ഏതെല്ലാം വിഷയത്തിലാണ് മന്ദത എന്ന് ചോദിച്ചാൽ, 1, നിന്റെ ആത്മീയ മണ്ഡലത്തിലെ മന്ദത. പ്രാർത്ഥിക്കാൻ മന്ദത. ആരെങ്കിലും പ്രാർത്ഥിക്കട്ടെ. കണ്ടിട്ടില്ലേ സഭായുഗത്തിൽ സഹോദരിമാര് പ്രാർത്ഥിക്കട്ടെ എന്ന് പറയുമ്പോ ചിലര് കോൺട്രാക്ട് എടുത്തിരിക്കുക എല്ലാ ആഴ്ചയിലും പ്രാർത്ഥിക്കാൻ. അവര് മാത്രമേ പ്രാർത്ഥിക്കൂ. അടുത്തൊരാള് പ്രാർത്ഥിക്കത്തില്ല. കഴിഞ്ഞ 1 വർഷമായി സഭായുഗത്തിന് വന്നിട്ട് ഇന്ന് വരെ സഭായുഗത്തിന് പ്രാർത്ഥിക്കാത്ത പുള്ളികൾ നമ്മുടെ സഭയ്ക്കകത്തിരിപ്പില്ലേ? ഉണ്ട്. അവർക്ക് പ്രാർത്ഥിക്കേണ്ട, ആരെങ്കിലും പ്രാർത്ഥിച്ചോട്ടെ. ഞങ്ങൾ ഇതൊക്കെ കേൾക്കാൻ വരുന്നവരാ. ഇതൊക്കെ ഞങ്ങൾ കേൾക്കുക. പാട്ട് പാടുന്നത് കേൾക്കുക, പ്രസംഗിക്കുന്നത് കേൾക്കുക, പ്രാർത്ഥിക്കുന്നത് കേൾക്കുക, കൂട്ടത്തിൽ ഇരിക്കുക. സ്തോത്രം. ആത്മീയ ജീവിതത്തെ മന്ദീഭവിപ്പിച്ച് പ്രാർത്ഥിക്കത്തില്ല, വചനം വായിക്കത്തില്ല, സമയത്തിന് സഭായത്തിന് വരത്തില്ല. സഭായത്തിന് വന്നാലോ ചിലത് കുത്തിയിരുന്ന് ഉറങ്ങിക്കളയും. എന്തായാലും അടുത്തിരിക്കുന്നവരെ വലിച്ചു മേളോട്ട് കയറ്റാതെ ആമേ സ്വോത്രം വലിക്കുന്ന കൂട്ടത്തില് സ്വോത്രത്തിന് പറഞ്ഞ വിടുക. ദൈവത്തിന് സ്വോത്രം. ആഞ്ഞുറങ്ങുന്ന പാർട്ടികളുണ്ട്. യെസ്, മന്ദത വരുത്തി. മന്ദത ദൈവവചനത്തിൽ ഈ മന്ദത മാറണം. പ്രാർത്ഥനയുടെ മന്ദത. വിശ്വാസത്തിൽ ഉറപ്പില്ലാത്തവരായി ഒന്നിനുമില്ല. ഞായറാഴ്ച രാവിലെ 10 മണിക്കായി യോഗമെങ്കിൽ ചിലർ 9:45 എഴുന്നേൽക്കുന്ന പാർട്ടികളുണ്ട്. യോഗത്തിന് പോകാൻ അവർക്കന്ന് ഞായറാഴ്ച ഒന്നും അവർക്കൊരു വിഷയമല്ല. ദൈവത്തെ ആരാധിക്കുന്ന അവർക്കൊരു വിഷയമല്ല. തീഷ്ണതയില്ല. മന്ദീഭവിച്ച് കിടക്കുക. ഓർക്കണം, നിനക്ക് നഷ്ടപ്പെടുന്നത് നിന്റെ വാഗ്ദത്തമാണ്. നിനക്ക് നഷ്ടപ്പെടുന്നതിന്റെ വാഗ്ദത്തമാ. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേട്ടോണ്ടിരിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, ആത്മീയ ജീവിതത്തിന്റെ മന്ദത, വചനം വായിക്കാൻ, പ്രാർത്ഥിക്കാൻ, യോഗത്തിന് പോകാൻ, ആത്മാവിൽ ആരാധിക്കാൻ, കൈയടിക്കാൻ, സ്തോത്രം പറയാൻ, എല്ലാറ്റിനും അങ്ങ് മന്ദതയാ. ബാക്കി ഒരു കാര്യത്തിനും മന്ദതയില്ല. ആത്മീയ വിഷയങ്ങളുടെ മന്ദത. ഇത് എവിടെ പോയി നിൽക്കും? നിന്റെ വാഗ്ദത്തങ്ങളെ പ്രാപിക്കാൻ നിനക്ക് തടസ്സമായി വരും ഇത്. അതുകൊണ്ട് ഈ വേർഡിന് എഗൻസ്റ്റ് ആയിട്ടൊരു വേർഡ് വേദപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. മന്ദതയ്ക്ക് വിപരീതമായ ഒരു വേർഡ്. അതാണ് റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കേണ്ട വസ്തുതയാ. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ദൈവത്തെ സേവിപ്പീൻ. ആമേൻ. എങ്ങനെ സേവിക്കണം ദൈവത്തെ? ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ദൈവത്തെ സേവിക്കണം. ഉത്സാഹത്തിന് മടുപ്പുണ്ടാകരുത്. പ്രൈസ് ദി ലോർഡ്. എന്റെ അമ്മയെ പലപ്പോഴും ഞാൻ എടുത്തു വെച്ച് പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ പറയാറുണ്ട്, ഞങ്ങളൊക്കെ യാക്കോബായ സമുദായത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്ന കാലഘട്ടത്തിൽ എന്റെ അമ്മ ഭയങ്കര തീഷ്ണതക്കാരിയാ. അത് കണ്ടാണ് ഞങ്ങൾ ഈ തീഷ്ണത, അഭിഷേകം പ്രാപിച്ച ശേഷമാണ് ഞങ്ങൾ ഈ തീഷ്ണതയിലേക്ക് വന്നത്. ഭയങ്കര തീഷ്ണതയാ കർത്താവിന് വേണ്ടി. 972 ഞാൻ രക്ഷിക്കപ്പെട്ടു. 975 സ്നാനപ്പെട്ട് 3-ാമത്തെ മാസത്തിൽ അഭിഷേകം പ്രാപിച്ച ശേഷമാണ് ഈ തീഷ്ണതയുടെ തീ എന്റെ മേൽ കത്താൻ തുടങ്ങിയത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ എരിവോടെ എരിയുവാൻ,
ഉത്സാഹത്തോടെ ഓടുവാൻ. ആരോഗ്യ സംബന്ധമായ പ്രശ്നം ഒഴിച്ചാൽ ഉത്സാഹത്തോടെ ദൈവത്തിന് വേണ്ടി ഓടുവാൻ. എന്തിനായി ഓട്ടം എന്നറിയാമോ? എന്റെ വാഗ്ദത്തം പ്രാപിപ്പാൻ. സ്തോത്രം. ഇവിടെ എന്തെങ്കിലും നേടാനല്ല ഈ ഓട്ടം, ഇവിടെ എന്തെങ്കിലും കാണിക്കാനല്ല ഈ ഓട്ടം. എന്റെ വാഗ്ദത്തം, എനിക്കുള്ള വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ ഞാൻ ഉത്സാഹത്തോടെ ഓടണം. അതുകൊണ്ട് ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയുന്നു, തലേ കൈവച്ച് 4 ദൂത് കേൾക്കുന്നതിനേക്കാൾ ഈ വചനം നീ കൈക്കൊള്ള. ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവനായി നിന്റെ ദൈവത്തെ നീ സേവിക്കണം. നിന്റെ ഉത്സാഹം കണ്ടിട്ട് വേണം മറ്റുള്ളവരും കണ്ട് നിന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ. അതാ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, വാഗ്ദത്തം പ്രാപിച്ചവരുടെ അനുകാരികൾ ആയിത്തീരുവിൻ. അവരെങ്ങനെ? മന്ദതയില്ലാത്തവരാ എന്ന് പറഞ്ഞ എന്തുവാ? ഉത്സാഹമുള്ളവരാ. യെസ്. ഈ തരുണത്തിൽ ഒരു കാര്യം കൂടെ ഓർത്തുകൊള്ളുന്നു. ഓർത്തു പോകുന്ന നല്ല കാര്യമാണ്. ഈ ഉത്സാഹത്തോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന പല പ്രിയപ്പെട്ടവരും ഒരുപക്ഷെ നമ്മുടെ സഭകളിലുണ്ട്. എനിക്കറിയാം. സഹോദരന്മാരുടെ കൂട്ടത്തിലും സഹോദരിമാരുടെ കൂട്ടത്തിലും വളരെ ഉത്സാഹത്തോടെ കർത്താവിന് വേണ്ടി ഏത് സമയത്തും എന്തും ചെയ്യാൻ ജാഗ്രതയോടിരിക്കുന്ന പല ദൈവമക്കളും ഈ സഭയ്ക്കകത്തുണ്ട്. എന്നാൽ ഈ യൂദായുടെ ലേഖനത്തിൽ ഒരു പദമുണ്ട്, വക്രഗതിയുള്ള നക്ഷത്രം. ഞാനും അതിനെ വിളിക്കുന്നത് അങ്ങനെ. ഇപ്പൊ ഒരാള് ഉത്സാഹത്തോടെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുക. സ്തോത്രം. എന്തെല്ലാം പണിയുണ്ടോ ആ പണിയൊക്കെ ചെയ്യുക, ഉത്സാഹത്തോടെ ചെയ്യും. ഞാൻ നമ്മുടെ നാട്ടിലെ ഒരു ഉദാഹരണം പറയാം. നാട്ടിൽ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് പന്തല് ഇടേണ്ടതിനെ കുഴി കുത്തുക. അന്നിങ്ങനെ ലേബേഴ്സിനെ ഒക്കെ വിളിച്ചും നാട്ടുകാരെ ഒക്കെ വിളിച്ചും പന്തലിടിക്കാൻ കാശില്ലാത്തൊരു കാലം. ഞങ്ങള് സഭക്കാരൊക്കെ തന്നെ അത് ചെയ്യുന്നത്. അപ്പോ നല്ല വെളുത്തു തുടുത്തൊരു സഹോദരൻ ആ സഭയിലുണ്ട്. അയാൾ വന്നിരുന്ന് കുഴി പന്തലിടാൻ, കാല് നാട്ടാൻ കുഴി കുത്തുക. അപ്പോൾ വക്രഗതിയുള്ള നക്ഷത്രം എന്ന് പറഞ്ഞ സഭയിൽ ഒരുത്തനുണ്ട്. എന്ന് പറഞ്ഞാൽ അവന് മുന്നിലാണോ പിന്നിലാണോ ഈ രണ്ടുമല്ല, മന്ദഗതിയുള്ളവന്. കർത്താവിന് വേണ്ടി ഉത്സാഹത്തോടെ ചെയ്യുന്നവന്റെ കീഴിൽ വന്ന് നാം പറയുക, തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? എടോ, ഈ സഭയിൽ ആരൊക്കെയുണ്ട്? ഇയാള് മാത്രമേ ഉള്ളൂ കുഴി കുത്താൻ. ഇവിടെ വേറെ ആരൊക്കെയുണ്ട്? നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കൺവെൻഷൻ, മറ്റവർക്കൊക്കെ കൺവെൻഷൻ ഇല്ലേ? അവരോടൊക്കെ വന്ന് ചെയ്യട്ടോ, താനിട്ടച്ച് പോടോ. സ്വത്രം. ഉത്സാഹത്തോടെ കർത്താവിന് വേണ്ടി ചെയ്യുക. അന്നേരമാണ് ഇവന്റെ ചെവി വന്നച്ച് ഒരുത്തം പറയുക, തനിക്ക് വേറെ പണിയില്ലേ? ഉത്സാഹത്തെ മടുപ്പിച്ച് കളയുന്ന അവനെ ഞാൻ വിളിക്കുന്ന പേര് വക്രഗതിയുള്ള നക്ഷത്രമെന്ന്. ദൈവകൃപയിൽ നിന്ന് അവരെ അടർത്തിക്കളയാൻ പോരടിച്ചു നിൽക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ വ്യാപരിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ വായിലെ വാക്കുകൾ ഉത്സാഹമുള്ളവന്റെ ഉത്സാഹത്തെ കെടുത്തിക്കളയുന്ന വാക്കുകളാ അവൻ പറയുന്നതെങ്കിൽ തിരിഞ്ഞു നിന്നൊരൊറ്റ ശാസന ശാസിക്കണം. ദൈവം എന്നെ ഏൽപ്പിച്ച ജോലിയാ ഞാൻ ചെയ്യുന്നത്, ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആർക്കും കഴിയത്തില്ല. സേവ്യർ പാസ്റ്ററിന്റെ ജോലി അല്ല ഞാൻ ചെയ്യുന്നേ. പ്രൈസലോ. ദൈവസഭയുടെ ജോലി അല്ല ഞാൻ ചെയ്യുന്നേ. ഞാൻ എന്റെ കർത്താവിന് വേണ്ടിയാ ചെയ്യുന്നത്. ഈ ചിന്താഗതി ദൈവജനത്തിന്റെ ഉള്ളിൽ കയറിയാൽ നമ്മൾ സംഘടനയ്ക്ക് വേണ്ടി അല്ല ചെയ്യുന്നത്, ഒരു വ്യക്തിക്ക് വേണ്ടി അല്ല ചെയ്യുന്നത്, മറ്റാർക്കും വേണ്ടി അല്ല ചെയ്യുന്നത്. ഓരോരുത്തൻ ഓരോന്നും ചെയ്യുമ്പോൾ അത് ദൈവത്തിനെന്നവണ്ണം ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു പാത്രം വെള്ളമേ കൊടുത്തുള്ളെങ്കിൽ അത് ഞാൻ കൊടുത്തത് ദൈവത്തിനാണ്. എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചൊരു കാര്യം പറയാം. മോനെ, വേദപുസ്തകവും പിടിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നമ്മുടെ വീട്ടിൽ കയറി വന്നാൽ നീ അവനെ വെറും കയ്യോടെ വിടരുത്. ആ ദൈവദാസൻ, അദ്ദേഹത്തെ, ആ പുസ്തകം കയ്യിലിരിക്കുന്ന ആളിനെ നീ ഒരു ദൈവദാസനായി കാണണം. അയാൾ കള്ളനോ കൊള്ളക്കാരനോ ആരും ആയിക്കോട്ടെ, ആ വേദപുസ്തകത്തെ നീ മാനിച്ചിട്ട് നിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് കടമെങ്കിലും മേടിച്ച് ഒരു നന്മ അയാൾക്ക് കൊടുത്തേ നീ നിന്റെ വീട്ടിൽ നിന്ന് വിടാവൂ. എന്താ കാര്യമെന്നറിയാമോ? ഞാൻ മാനിച്ചത് ഒരു വ്യക്തിത്വത്തെ അല്ല, ഞാൻ മാനിച്ചത് അയാൾ ചുമന്നുകൊണ്ട് വന്ന വേദപുസ്തകത്തെ, അതിനകത്ത് എഴുതിയിരിക്കുന്ന ദൈവത്തെ ഞാൻ മാനിച്ചെങ്കിൽ എനിക്ക് യാതൊരു കുറവും ദൈവം ഇതുവരെ വരുത്തിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവമക്കളോട് പറയുന്നു, ഇന്ന് രാത്രികാലം നമ്മുടെ ഇടയിലുള്ള മന്ദത മാറട്ടെ. ഒന്ന് ഉത്സാഹത്തോടെ നമ്മള് ദേവദാസന്മാര് പറയത്തില്ലയോ, ഒന്ന് ഉത്സാഹിച്ച് പാടിക്ക്, ഒന്ന് ഉത്സാഹിച്ച് കൈകൊട്ടിക്ക്, ഒന്ന് ഉത്സാഹത്തോടെ ആരാധിച്ച്.
ഇത് നമ്മളോട് വല്ലവരും പറഞ്ഞു തരണോ? നമ്മൾ ചെയ്യേണ്ടതല്ലേ? വാഗ്ദത്തം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരുടെയും അന്തരംഗത്തിനകത്തിൽ പറയേണ്ട പദമാണ്, ഉത്സാഹത്തിൽ മടുപ്പ് കാണിക്കാതെ ആത്മാവിൽ എരിവുള്ളവരായി ദൈവത്തെ സേവിക്കണം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൈവസഭയോട് വിളിച്ചു പറയുന്നു, ഉത്സാഹത്തിൽ മടുപ്പ് കാണിക്കരുത്, മന്ദതയുള്ളവരാകരുത്. സ്തോത്രം. ധൈര്യത്തോടെ ദൈവത്തെ സേവിക്കണം. 2, വിശ്വാസം. 1, മന്ദതയുള്ളവരാകാതെ. 2, വിശ്വാസത്താലും. വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്തുവാ? 7 പടികളുണ്ട് വിശ്വാസത്തിന്. സ്തോത്രം. സ്റ്റെപ്പുകൾ 7 എണ്ണം ഉണ്ട്. നമുക്കിങ്ങനെ കയറിപ്പാ. വിശ്വാസമുണ്ട്, അല്പവിശ്വാസമുണ്ട്. ആമേൻ. കർത്താവിന്റെ അരികിൽ ചെന്ന് ശിഷ്യന്മാര് പറഞ്ഞില്ലയോ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ. സ്തോത്രം. അപ്പൊ ഇത് വർദ്ധിക്കുന്ന ഒരു സാധനമായി വിശ്വാസം അല്പമേ കിട്ടിയുള്ളെങ്കിൽ ഇതിനെ എക്സർസൈസ് ചെയ്ത് എക്സ്പീരിയൻസ് ആക്കി കഴിയുമ്പോൾ ഈ വിശ്വാസം ഇങ്ങനെ വർദ്ധിച്ചു. ഞാൻ അറിയാൻ വേണ്ടി പറയുക, മനസ്സിലാക്കാൻ വേണ്ടി പറയുക. വിശ്വാസം ഒരറിവാ. ചില പറയും വിശ്വാസം അറിവല്ല. ഞാൻ പറയുന്ന അറിവാ. സ്തോത്രം. ലോകപ്രകാരമുള്ള ഒരു അറിവല്ല വിശ്വാസം എന്ന് പറയുന്നത്. ഉയരത്തിൽ നിന്നുള്ള അറിവാണ് വിശ്വാസം. ലോകപ്രകാരമുള്ള അറിവിനേക്കാൾ ശ്രേഷ്ഠമായ അറിവാണ് ഉയരത്തിൽ നിന്നുള്ള അറിവ്. നടന്ന ഒരു സംഭവം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എത്ര പേർക്ക് അത് വിശ്വസിക്കുമെന്ന് എനിക്കറിയത്തില്ല. ആമേൻ. അതിന്റെ തെളിവുകൾ UK-ലും ഉണ്ട്, തെളിവുകൾ ഗൾഫ് രാജ്യങ്ങളിലും ഉണ്ട്, ഇന്ത്യയിലും ഉണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ തിയോളജി പഠിപ്പിച്ച ഡോക്ടർ TP വർഗീസ് സാർ ശുശ്രൂഷിക്കുന്ന ബാംഗ്ലൂരിലെ സഭയിലെ ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൊരു നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിൽ പോയി താമസിച്ച് അവിടെ ജോലി ചെയ്യുന്നവര്. ഭർത്താവിന് ജോലിയുണ്ട്, ഭാര്യയ്ക്ക് ജോലിയില്ല. ഭർത്താവ് രാവിലെ കാപ്പുടിയൊക്കെ കഴിഞ്ഞ് ജോലിക്ക് പോയി കഴിയുമ്പോൾ ഭാര്യ പണ്ടത്തെ മണ്ണെണ്ണ ഒഴിച്ച് പമ്പ് ചെയ്ത് കത്തിക്കുന്ന ഒരു സ്റ്റൗ ഉണ്ട്. ഈ സ്റ്റൗവിലാണ് ആഹാരം പാകം ചെയ്യുന്നത്. അങ്ങനെ ഈ സഹോദരി ആഹാരം പാകം ചെയ്യുമ്പോൾ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ഒരു ദിവസം ഈ സ്റ്റൗ അങ്ങ് പൊട്ടിത്തെറിച്ചു. ചൂട് മണ്ണെണ്ണ അവിടെ എല്ലാം പടർന്നിട്ട് തീ ആളിക്കത്തി. നൈലോൺ സാരിയാ ഉടുത്തിരിക്കുന്നു. ഒരു കൊച്ചു വീടാ. അല്പം കൂടെ തീ പൊങ്ങിയാൽ പെരയ്ക്ക് തീ പിടിക്കും. വെള്ളമൊഴിച്ചാൽ കെടുമെന്ന് ലോകപ്രകാരം അവക്കൊരറിവുണ്ട്, നമുക്കും ഒരറിവുണ്ട്. ഒരു കെമിക്കൽ ഉണ്ട്, ഇതടിച്ചാൽ ഈ തീ കെടുമെന്ന് നമുക്കും ഒരറിവുണ്ട്. അത് ലോകത്തിൽ നിന്ന് കിട്ടിയ അറിവാ. നമുക്കും ഒരറിവുണ്ട്, ആ പെങ്കൊച്ചിനും അറിവുണ്ട്. പക്ഷെ ഇതൊന്നും ചെയ്യാൻ അവക്ക് നേരമില്ല. അവക്കുന്നതമായ ഒരു അറിവുണ്ടായിരുന്നു. ആ അറിവ് മറ്റൊന്നുമല്ല, ആ തീയുടെ നടുവിൽ നിന്നുകൊണ്ട് അവൾ കൈപൊക്കി വെച്ച് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തീ അണയട്ടെ. സ്തോത്രം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുന്നു, തീ അണയുമോ? എത്ര പേർക്ക് അതിന് ഉത്തരവുണ്ട്? തീ അണയുമോ? വേദപുസ്തകത്തെ കൈവച്ചുകൊണ്ട് ഞാൻ പറയുന്നു, സ്തോത്രം, ആ തീ കെട്ടുപോയി, തീ അണഞ്ഞു പോയി. ഹല്ലേലൂയ. ഇതൊരു ചരിത്ര സംഭവമായി അവിടെ കിടപ്പുണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ അതിന് സാക്ഷ്യം വഹിച്ച ആ സഭയിലെ വിശ്വാസികൾ ഷാർജയിലെ അസംബ്ലീസ് കൂടിലുണ്ട്. ഞാൻ ഈ വിശ്വാസം അവരെ പഠിപ്പിക്കുമ്പോൾ ഈ സഹോദരി യോഗം കഴിഞ്ഞിലേക്ക് വന്നിച്ച് പറഞ്ഞു, അങ്കളെ, ഈ സംഭവം നടക്കുമ്പോൾ ഞാൻ ആ സഭയിലെ വിശ്വാസിയ. ഡോക്ടർ TP വർഗീസ്, അസംബ്ലീസ് TP വർഗീസ് സാറ് അവിടുത്തെ പാസ്റ്റർ. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞ സാക്ഷ്യമായത്. സ്തോത്രം. ഞാൻ വിശ്വസിക്കുന്നു തീ കെടും. അപ്പൊ എന്റെ അടുത്ത ചോദ്യം, ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്തുവാ? എല്ലാത്തിനും ഒരു അടിസ്ഥാനം ഉണ്ടല്ലോ. ഞാനും നിങ്ങൾ ഇരിക്കുന്ന വീടിന് ഒരു അടിസ്ഥാനമുണ്ട്. നമ്മൾ ക്രിസ്തീയ ജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ ഒരു അടിസ്ഥാനമുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്തുവാ? നേർക്ക് നേരായിരുന്നെങ്കിൽ ചോദിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. അങ്ങനല്ലല്ലോ. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ പറയട്ടെ, എന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം വേറെ ഒന്നുമല്ല, എന്റെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് വിശ്വാസത്തിന്റെ അടിസ്ഥാനം. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നതാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ലോകത്തിൽ. ഞാൻ യേശുവിനെ മനസ്സിലാക്കിയത് ഇതിനകത്ത് നിന്നാണ്.
ഞാൻ രക്ഷണ്യ പ്രവൃത്തി മനസ്സിലാക്കിയത് ഇതിനകത്തു നിന്നാണ്. ഞാൻ പെന്തക്കോസുകാരനായതല്ല, ഞാനൊരു സാക്ഷാൽ ക്രിസ്ത്യാനിയായത് ഈ പുസ്തകം വായിച്ചപ്പോഴാണ്. എനിക്ക് വിശ്വാസം ഉണ്ടായത് ഇതിൽ നിന്നാണ്. എന്റെ അടിസ്ഥാനം വചനമാണ്. പ്രൈസ് ദി ലോർഡ്. എബ്രായ ബാലന്മാരെ 3 പേരെ കൈകളും കാലുകളും ഇരുമ്പ് ചങ്ങലയ്ക്ക് കെട്ടി 7 ഇരട്ടി തീച്ചൂള വർദ്ധിപ്പിച്ച തീക്കകത്ത് എറിയാൻ കൊണ്ടുപോവുക. രാജകിങ്കരന്മാർ വന്നവരെ പൊക്കിയെടുക്കുമ്പോൾ അവരുടെ ചെവിയിലോട്ട് പറഞ്ഞു, ഒന്ന് തലകുനിച്ചേക്കാമെങ്കിൽ ഈ തീക്കകത്ത് വീഴാതെ രക്ഷപ്പെടാം. പ്രൈസ് ദി ലോർഡ്. ഈ തീക്കകത്ത് വീഴാതെ രക്ഷപ്പെടാം. അവര് പറഞ്ഞു, ഈ തീക്കകത്ത് വീഴുന്ന ഞങ്ങൾക്ക് വിഷയമല്ല, നീ കൊണ്ടുപോയിട്ടു. ഇത്ര ധൈര്യത്തോടെ 7 ഇരട്ടി ചൂട് വർദ്ധിപ്പിച്ച തീച്ചൂളയ്ക്കകത്ത് എബ്രായ ബാലന്മാർ സംശയം കൂടാതെ, വെരുണ്ടു പോകാതെ, വിരളി പിടിക്കാതെ, അലറി വിളിക്കാതെ, തീയെ കണ്ടോണ്ട് അങ്ങോട്ട് തന്നെ പോകാൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്തുവാ? യെസ്, ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു നല്ല പ്രസംഗം കേട്ട ചാതുര്യത്തിൽ കിടന്ന് ഉറങ്ങാനല്ല ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നത്. നിന്റെ അന്തരംഗത്തിനകത്ത് ഇരുമ്പെഴുത്താണി കൊണ്ട് എഴുതി വെക്കണം. ദൈവവചനത്തിനകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓരോന്നും എനിക്ക് വേണ്ടിയാ പറഞ്ഞിരിക്കുന്നത്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഞാൻ അത് വിശ്വസിക്കുന്നു. എബ്രായ ബാലന്മാർ തീച്ചുള്ളിലേക്ക് പോകാനുണ്ടായ കാരണം അവരുടെ വല്യപ്പച്ചനായിരിക്കുന്ന യാക്കോബിനോട് ആമേശയ്യ പ്രവചനത്തിൽ പരിശുദ്ധാത്മാവ് ക്ലിയറായി എഴുതി വെച്ചിരിക്കുന്നു, യാക്കോബേ, നീ വെള്ളത്തിൽ കൂടെ കടക്കും, പക്ഷെ മുങ്ങിപ്പോകത്തില്ല. നീ തീയിൽ കൂടെ കടക്കും, വെന്തു പോകത്തില്ല. അത് യാക്കോബിനോട് മാത്രമുള്ള ഒരു അരുളപ്പാടല്ല, അവന്റെ സന്തതി പരമ്പരകൾക്ക് കൂടെ ഉള്ളതാ. തെളിയിക്കാൻ ഇനിയുമുണ്ട് വാക്യങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നീ നീതിയോടെ എന്നെ സേവിച്ചാൽ, നീ നീതിയോടെ മനസ്സോടെ എന്നെ സേവിച്ചാൽ, നിന്റെ 1000 തലമുറയോട് ഞാൻ കരുണ കാണിക്കുമെന്ന് പുറപ്പാട് 25 എഴുതി വെച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനാണെങ്കിൽ ഇത് യാക്കോബിന് മാത്രമുള്ള ഒരാലോചനയല്ല, അവന്റെ സന്തതി പരമ്പരകൾക്ക്. അവര് വിശ്വസിക്കുന്നത് അങ്ങനെ ആയിരിക്കണം. ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ തന്നെ. എന്റെ വല്യപ്പനോട് തമ്പുരാൻ പറഞ്ഞു, തീയിൽ കൂടെ കടന്നാൽ വെന്തു പോകത്തില്ലെങ്കിൽ ഈ തീച്ചൂളയല്ല വലുത്. പ്രൈസ് ദി ലോർഡ്. വചനത്തിന്റെ വിശ്വാസമാണ് വലുത്. ഇന്ന് രാത്രികാലം എന്നെ കേട്ടോണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിൽ ശക്തിയോട് ദൂത് പറയുക, നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിബന്ധമല്ല വലുത്, നിന്നെ ഭരിക്കുന്ന രോഗമല്ല വലുത്. ഞാൻ മരണക്കിടക്കെന്ന് എഴുന്നേറ്റ് വരിക, മരണക്കിടക്കെന്ന് എഴുന്നേറ്റ് വരിക. പ്രവാചകന്മാർ ദൂത് പറഞ്ഞു ഞാൻ മരിച്ചു പോകുമെന്ന്. ആമേ, ഡോക്ടർമാർ വൈദ്യശാസ്ത്രം എഴുതി വെച്ച് ഞാൻ മരിച്ചു പോകുമെന്ന്. നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച കൂട്ടത്തില. പക്ഷേ ഇതൊന്നുമല്ല അവസാനത്തെ വാക്ക്. അവസാനത്തെ വാക്ക് ദൈവവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതെന്റെ വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ വിശ്വാസം എവിടെ നിന്ന് കിട്ടി? ദൈവവചനത്തിനകത്തു നിന്ന് കിട്ടിയതായ വിശ്വാസം. എബ്രായ ബാലന്മാരെ സ്തോത്രം. 11-ാം അധ്യായത്തിൽ എബ്രായ ലേഖനം 11 വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്, വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തി. ഏത് വിശ്വാസത്താലാ? അവരുടെ വല്യപ്പനായിരിക്കുന്ന യാക്കോബിനോട് പറഞ്ഞ ദൈവവചനത്തിൽ ഉള്ള വിശ്വാസത്താൽ. പ്രൈസ് ദി ലോർഡ്. അവർക്ക് മനസ്സിലായി, അവർക്ക് മാത്രമല്ല ഈ വാഗ്ദത്തം, അവർക്ക് മാത്രമല്ല ഈ ദൂത്, ഞങ്ങൾക്കൂടുള്ള ദൂത. ഞങ്ങളത് ഏറ്റെടുക്കുന്നു. ഈ തീക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നെബൂഖദ്നേസർ രാജാവിന്റെ തീക്ക് ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഞങ്ങളുടെ വിശ്വാസം അതിനേക്കാൾ വലിയതാണ്. ഇന്ന് രാത്രിയിൽ വിശ്വാസി എന്ന് പേരുള്ളവരാണല്ലോ എന്റെ മുൻപിൽ ഇരിക്കുന്നത്. നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കേ, നിന്റെ വിശ്വാസത്താൽ നാട്ടുകാരും ഒന്നും പ്രാപിച്ചില്ലെങ്കിലും നിന്റെ വിശ്വാസം നിനക്കുപകരിക്കുന്നുണ്ടോ? നിന്റെ വിശ്വാസം കൊണ്ട് നിന്റെ വീടിന് പ്രയോജനമുണ്ടോ? നിന്റെ വിശ്വാസം കൊണ്ട് നിനക്ക് പ്രയോജനമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. എന്ത് കണ്ടോണ്ടാ വിശ്വസിച്ചത്? ആമേൻ. എന്ത് കണ്ടോണ്ടാ? അവനൊന്നും കണ്ടില്ല. വിളിച്ചിറക്കി
കൽദയ പട്ടണമായ ഊരിൽ നിന്ന്, ഊമവിഗ്രഹങ്ങളുടെ ഇടയിൽ നിന്ന് യഹോവയായ ദൈവം തമ്പുരാൻ അബ്രഹാമിനെ വിളിച്ചു വേർതിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. ആമേ. എന്തൊക്കെ എടുത്തുകൊണ്ടാ പോരുന്നത്? പോകുന്ന വഴിക്ക് എത്ര ദിവസത്തേക്കുള്ള ഗോതമ്പ് പൊടി റൊട്ടിക്ക് അവർ ഗോതമ്പ് പൊടി എടുക്കും, എത്ര എണ്ണ എടുക്കും, എത്ര വെള്ളം എടുക്കും, എത്ര നേരത്തേക്ക് എടുക്കും, എവിടാ താമസിക്കേണ്ടത്, ഒന്നും അറിയത്തില്ല. ഒരു കാര്യം നീ ഓർത്തോണം, ആമേ, കാണാത്ത ദൈവത്തെ അബ്രഹാം കണ്ടതുപോലെ വിശ്വസിച്ചു. ആമേൻ. അതവന് നീതിയായി ദൈവം കണക്കിട്ടു. ദൈവിക നീതീകരണം നിന്റെ ജീവിതത്തിൽ വരുന്നത് റോമാലേഖനം അങ്ങനെയാ എഴുതിയിരിക്കുന്നത്. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള നീതീകരണം. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ഓർക്കുക, നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകം വിശ്വാസമായിരിക്കട്ടെ. അല്ലാത്തത് കൊണ്ടൊന്നും നിത്യത പ്രാപിക്കാനും വാഗ്ദത്തം പ്രാപിക്കാനും കഴിയത്തില്ല. നമ്മുടെ പിതാക്കന്മാരൊക്കെ അങ്ങനെയാണ് അവസാനിച്ചത്. വിശ്വാസത്താൽ അവർ തീയുടെ ബലത്തെ കെടുത്തി, വിശ്വാസത്താൽ അവർ വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റി, വിശ്വാസത്താൽ ആമേൻ അവർ ഓരോന്നും ചെയ്യുന്നത് വിശ്വാസത്താൽ. ഇന്ന് രാത്രിയിൽ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ദൈവജനത്തോട് പറയുന്നു, പിതാക്കന്മാർ പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വിശ്വാസ വീരന്മാർ അവർ വിശ്വാസത്തിന് വേണ്ടി നിന്നു, അതിന് വില കൊടുത്തു. വിശ്വാസത്താൽ അവർ ചുവട് വെച്ചെങ്കിൽ കാഴ്ചയാൽ അല്ല. വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ വിശ്വാസത്താൽ തന്നെ ചുവട് വെക്കണം. ഞാനൊരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞുകൊള്ളട്ടെ. ദൈവദാസൻ ഓർപ്പിച്ചു, ഞാനും പ്രാർത്ഥിക്കുന്നു, നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ലീഡ്സിൽ ദൈവത്തെ ആരാധിക്കാൻ നമുക്കൊരു ഹോള് വേണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ആദ്യം പിരിവല്ല വേണ്ടിയത്. പിരിച്ചാൽ ചിലപ്പോ കുറെ കാശ് കിട്ടും, ചിലപ്പോ 1 or 2 ഹോള് മേടിക്കാൻ ചിലപ്പോ കാശാരയിൽ തന്നിരിക്കും. പക്ഷെ ഹോള് മേടിക്കാൻ ദൈവം അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ കാശ് കൊണ്ട് എന്ത് ചെയ്യും? എന്നാൽ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ പറയാം, നമ്മുടെ കയ്യിൽ നയാ പൈസ ഇല്ലെങ്കിലും, ഞാനിവിടെ 2-3 ചർച്ചുകളിൽ ചെന്നു, അവരുടെ സാക്ഷി ഞാൻ കേട്ടു. 10 പൈസ കയ്യിലില്ലാതിരിക്കുമ്പോൾ ഇവിടുത്തെ ഇംഗ്ലീഷുകാർ ചർച്ച് അവരുടെ പേരിൽ എഴുതി കൊടുത്തു, ഫ്രീ ആയിട്ട്. ഇപ്രാവശ്യം വന്നപ്പോഴും ഞാൻ ഒരു ചർച്ച കയറി പ്രാർത്ഥിച്ചിട്ടാ വരുന്നത്. ഒരു ചർച്ച് ഒരു ദൈവദാസന്റെ പേരിൽ ആമേൻ അവരുടെ കമ്മിറ്റിക്ക് എഴുതി കൊടുത്തു, ഫ്രീ ആയിട്ട്. നമുക്ക് പണമല്ല വിഷയം. നിങ്ങൾ പണത്തിൽ ആശ്രയിക്കരുത്, നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കരുത്. ഇന്ന് രാത്രി മുതൽ ദൈവജനം പറയട്ടെ, നിങ്ങളുടെ വ്യക്തിപരമായ വിഷയത്തിലായാലും, സഭയുടെ കാര്യത്തിലായാലും, ഹോളിന്റെ കാര്യത്തിലായാലും, ഈ രാത്രികാലം പ്രഖ്യാപിക്കേണ്ടത് പണത്തിന്റെ നിലവാരത്തെ അല്ല, പ്രഖ്യാപിക്കട്ടെ. വിശ്വാസത്താൽ വിളിച്ചു പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. ആദ്യം വിശ്വാസം പുറത്തു വരട്ടെ, അതോടുകൂടെ ബാക്കി കാര്യം ദൈവം ചെയ്യും. തന്റെ ജനത്തെ അവൻ നോക്കിക്കൊണ്ടിരിക്കുക. എന്താ കാര്യം? അവർ വിശ്വാസത്തിന്റെ വാക്കു പറയുന്നുണ്ടോ? അവർ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വാസത്തിലാണോ അവരുടെ ചുവടുവെപ്പ്? വിശ്വാസമാണോ അവരുടെ നാവിൽ ഇരിക്കുന്നത്? വിശ്വാസമാണോ അവരുടെ ഹൃദയത്തിൽ ഇരിക്കുന്നത് എന്ന് തമ്പുരാൻ നോക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നിന്റെ അകത്തളത്തിനകത്ത് വിശ്വാസത്തിന്റെ ഒരു കത്തലുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, ഈ രാത്രി നിനക്ക് വേണ്ടി ദൈവം വൻ കാര്യം ചെയ്യുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ഈ സഭയോട് പ്രവചിച്ചു പറയുന്നു. യെസ്, ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാന് ഒരു തെളിവൂടെ എന്റെ ഹൃദയത്തിൽ പെട്ടെന്ന് വരുന്നൊരു വാക്യം കൂടെ, സമയത്തെ ഞാൻ ഭയപ്പെടുന്നെങ്കിലും പെട്ടെന്ന് വരുന്നൊരു വാക്യം കൂടെ ഞാൻ പറയട്ടെ. കർത്താവ് തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പടവുമായിട്ട് അക്കരയ്ക്ക് പോക. അവർ പടകെടുത്തു അക്കരയ്ക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോ കാറ്റടിച്ചു, തിരമാല ഉയർന്നു, പടകിനകത്ത് തള്ളിക്കയറി. ഇവരാരാണെന്ന് ഓർക്കണം. രാപ്പകൽ കടലിനോട് മല്ലടിച്ച് മീൻ പിടിക്കുന്ന മുക്കുവന്മാരാണ് ഇവർ. ഇവർക്ക് കാറ്റിനെ പേടിയില്ല, ഇവർക്ക് തിരമാലയെ പേടിയില്ല. പക്ഷെ ഈ രണ്ടിനെയും പേടിക്കാത്ത മുക്കുവന്മാർ മരണഭയം കൊണ്ട് നിലവിളിക്കുന്ന കാറ്റും മരണഭയം കൊണ്ട് നിലവിളിക്കുന്ന തിരമാലയും അവർക്ക് മീതെ പടകിന് നീരെ ഉയർന്നപ്പോൾ അവർ നശിച്ചു പോകുമെന്ന് പോലും തോന്നിയ നിമിഷത്തിൽ, പ്രൈസ് ദി ലോർഡ്, കർത്താവ് അവരുടെ അടുക്കൽ വന്നിട്ട് അവരെ ശാസിച്ചില്ല. ആദ്യം കർത്താവ് ചെയ്തത്
അതിനെ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയിട്ട് ഒരു ചോദ്യം അവരോട് ചോദിക്കുന്നു. അല്പവിശ്വാസികളെ, ഞാൻ മനസ്സിലാക്കിയതിന്റെ അർത്ഥം പറയാം. 2 പ്രാവശ്യം വേദപുസ്തകത്തിൽ ഇത് എഴുതിയിട്ടുണ്ട്. ഒന്ന്, കർത്താവ് ആ പടകിൽ ഉറങ്ങുന്ന സമയം, അവനെ ഉണർത്തിയ സമയം. 2, കർത്താവ് കടലിൽ കൂടെ നടന്നു വരുന്ന ഒരു സന്ദർഭം. 2 സന്ദർഭം കാറ്റ്, കടല്. മരണത്തിന്റെ ഭീതി അവരുടെ മേൽ ഉയർന്നു. കർത്താവരോട് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, അല്പവിശ്വാസികളെ എന്നൊരു വിളി. തന്റെ കൂടെ നിൽക്കുന്ന ശിഷ്യന്മാർ, താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ഇതിന്റെ പുറകിൽ പിന്നാമ്പുറത്ത് ഒരു രഹസ്യം കിടപ്പുണ്ട്. എന്താ വന്നറിയാവോ കർത്താവ് വിളിച്ച വിളിയുടെ അർത്ഥം? നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഈ കാറ്റിനോട് അടങ്ങാൻ പറഞ്ഞിരുന്നു എങ്കിൽ ആ കാറ്റ് അടങ്ങിയേനെ. നിങ്ങൾ വിശ്വാസത്തോടെ ഈ കടലിനോട് ശാന്തമാകാൻ പറഞ്ഞിരുന്നെങ്കിൽ അത് ശാന്തമായേനെ. ഇന്ന് രാത്രി ഒരു ദൂതൂടെ ദൈവസഭയോട് കൈമാറുക. എന്താണെന്നറിയാമോ? യേശുവിന്റെ കൂടെ നടന്നിട്ട് യേശുവിനെ വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ, ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ജനത്തോട് ദൈവാത്മാവിൽ ഞാൻ ആലോചന വിളിച്ചു പറയുന്നു. നീ യേശുവിന്റെ കൂടെയാ സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നിന്റെ കൂടെ നിൽക്കുന്ന യേശുവിനെ വിശ്വസിക്കാൻ നിനക്ക് കഴിയത്തില്ലെങ്കിൽ, നിന്നെ വിശ്വാസി എന്ന പേര് പറയാൻ പറ്റുമോ? സ്വർഗത്തിലിരിക്കുന്ന യേശുവിന്റെ കാര്യമല്ല പറഞ്ഞത്, നിന്റെ ഹൃദയത്തിലിരിക്കുന്ന യേശുവിനെ, നിന്റെ കൂടെ നിൽക്കുന്ന യേശുവിനെ, സന്തത സഹചാരിയായ യേശുവിനെ നിനക്ക് വിശ്വസിക്കാൻ പ്രാപ്തിയില്ലെങ്കിൽ നിന്റെ പേര് അവിശ്വാസി എന്നല്ലേ? കൂടെ നടക്കുന്ന യേശുവിനെ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ആരെയായി വിശ്വസിക്കേണ്ടത്? ഇന്ന് രാത്രി ജനം മടങ്ങി വരട്ടെ. ദൈവസഭ മടങ്ങി വരട്ടെ. ഇതിനകത്തൊരു ഉണർവുണ്ടാകണം. ബഹളമല്ല ഉണ്ടാകേണ്ടത്, ഇതിനകത്തൊരു ഉണർവുണ്ടാകണം. റുബാനഗതി അർത്ഥരാജകസ്യ, വിശ്വാസത്തിന്റെ തലത്തിൽ ഒരു ഉണർവുണ്ടാകണം. വിശ്വാസത്തിനകത്ത് ഒരു വീര്യമുണ്ടാകണം. വിശ്വാസത്തിന്റെ അകത്ത് ഒരു ജീവൻ ഉണ്ടാകണം. റുബനം പ്രൗഢമനം പ്രൗഢബാധ. ഈ രാത്രി പരിശുദ്ധാത്മാവ് സഭയോട് പറയുന്നു, ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഈ രാത്രിയിൽ നിന്റെ വാഗ്ദത്തം നിനക്ക് പ്രാപിക്കണമെങ്കിൽ, നിന്റെ നന്മ നിനക്ക് പ്രാപിക്കണമെങ്കിൽ, നിന്റെ വിടുതൽ നിനക്ക് പ്രാപിക്കണമെങ്കിൽ, ഈ രാത്രികാലം നിന്റെ കൂടെ നിൽക്കുന്ന യേശുവിനെ നീ ഒന്ന് വിശ്വസിക്കാൻ പഠിക്കേ. അങ്ങ് ദൂരത്തിരിക്കുന്ന ഒരു കർത്താവിനെ അല്ല, ഇവിടെ ഇരുന്നുകൊണ്ട് ഇന്ത്യയിലിരിക്കുന്ന കർത്താവിനെ അല്ല നീ വിശ്വസിക്കേണ്ടത്. നിന്റെ അരികത്ത്, നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന കർത്താവിനെ നീ അങ്ങ് വിശ്വസിക്കേ. I believe in my Jesus. ഞാൻ എൻ്റെ യേശുവിനെ വിശ്വസിക്കുന്നു. I love in my Jesus. ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു. Yes, Holy Spirit, ഞാൻ പരിശുദ്ധാത്മാവിനെ സ്നേഹിക്കുന്നു. രാജക, നിന്റെ വാഗ്ദത്തം നിന്റെ അടുക്കലുണ്ട്. നിന്റെ വാഗ്ദത്തം കയ്യെത്തുന്ന ദൂരത്തുണ്ട്. സഹിഷ്ണുതയോടെ ദീർഘക്ഷമയോടെ. ആമേൻ. 4 കാര്യങ്ങൾ പറഞ്ഞു. രണ്ടാമത്തേതിലാണ് ഞാൻ നിൽക്കുന്നത്. വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവസഭ എത്തിക്കഴിയുമ്പോൾ ബാക്കി കാര്യം ദൈവം ചെയ്യും. യെസ്, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നിന്നിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്നത് മറ്റൊന്നുമല്ല. കർത്താവിന്റെ ആത്മാവ് ഒരു ചോദ്യം ദൈവസഭയോട് ചോദിക്കുന്നു. അല്ലയോ ദൈവത്തിന്റെ ജനമേ, എന്നെ കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് ഇരിക്കുന്ന ജനമേ, നിന്റെ അകത്ത് വിശ്വാസത്താൽ ഞാനുണ്ടോ? നിന്റെ കൂടെ ഞാനുണ്ടോ? നീ അങ്ങനല്ലേ പറയുന്നത്? 2 പേർ എന്റെ നാമത്തിൽ കൂടിയാൽ ഞാൻ അവിടെ വരുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കുമ്പോ പറയത്തില്ലേ, ഞങ്ങൾ 2 പേര് കൂടിയെടുത്ത് കർത്താവ് ഉണ്ടെന്ന്? ആ കൂടെ നിൽക്കുന്ന, നടുവിൽ നിൽക്കുന്ന കർത്താവിനെ, നേരിട്ട് നിന്റെ അടുക്ക നിൽക്കുന്ന കർത്താവിനെ വിശ്വാസ കണ്ണുകൾ കൊണ്ട് കണ്ടിട്ട് നിനക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ലെങ്കിൽ നിന്റെ പേര് വിശ്വാസി എന്നാണോ എന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചോദിക്കുന്നു. Yes, I believe in my Jesus. എന്റെ യേശുവിനെ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ കർത്താവ് എനിക്ക് ശക്തനാണ്. ഇതൊന്നും എന്റെ വിഷയമല്ല. ലോകത്തിൽ ഞാൻ എങ്ങനെ, നാളത്തെ ദിവസം എങ്ങനെ, ഇതൊന്നും എന്റെ കാര്യമേ അല്ല. കർത്താവിനോട് പറഞ്ഞത്,
വചനം പറയുന്നു, എന്തു തിന്നും എന്ത് കുടിക്കുമെന്ന് പ്രാണനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്, അവയെല്ലാം നിങ്ങൾക്ക് ആവശ്യമെന്ന് എനിക്കറിയാം. ഞാൻ വളരെ ആശിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ദൈവദാസൻ എനിക്ക്, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ചയിൽ എന്ന് തോന്നുന്നു, എനിക്ക് ഒരു പാൻറ് മേടിച്ചത്. ഞാൻ ഇവിടെ തന്നെയാ എല്ലായിടത്തും ഷോപ്പിങ്. എനിക്ക് ദൈവമക്കളെ കൊണ്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം അവർ വിചാരിക്കും ഞാൻ വല്ല മേടിച്ചു തരാൻ. ഞാൻ അങ്ങനത്തെ ഒരാളല്ല കേട്ടോ, സ്വന്തം എനിക്ക് ആവശ്യം ദൈവം തരുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു കടയിൽ കയറിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാൻറ് കണ്ടു. എനിക്ക് പാൻറ് വേണമായിരുന്നു. കാരണം അവിടെ നിന്ന് ഇപ്പൊ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത് ഇപ്പൊ ടൈറ്റ് ആയിരുന്നുണ്ട്. ഇച്ചിരി വലുത് മേടിക്കാൻ അത് കയറി കഴിഞ്ഞപ്പോ നല്ല ഒരെണ്ണം കണ്ടു, വലിയ വിലയൊന്നുമില്ല. ഞാനത് മേടിച്ചു. എന്നാൽ ഒരു സഹോദരന്റെ വീട്ടിൽ വെച്ച് ഈ പാൻറ് തേച്ചപ്പോ ശരിക്കും പറഞ്ഞാൽ അത് കരിഞ്ഞു പോയി. ഉത്തം പാൻറ്. എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമായി. കാരണം മേടിച്ചോണ്ടിട്ട് വന്നുള്ള ഒന്നേ ഇട്ടുള്ളൂ, ഒന്നുകൂടി ഇടാൻ പറ്റിയില്ല. അങ്ങനെ കരിഞ്ഞു പോയി. ഞാൻ ഓർത്ത്, കർത്താവേ, ആ ദൈവദാസൻ വളരെ സ്നേഹത്തോടെ മേടിച്ചു തന്ന, അയ്യോ എനിക്കും അത് ആവശ്യമായിരുന്നു, പക്ഷെ എന്തോ ചെയ്യാനാ, ഇങ്ങനെ പറ്റിപ്പോയല്ലോ. ഞാൻ അതെടുത്ത് കളഞ്ഞില്ല. ഞാനിങ്ങനെ അതും നമ്മുടെ നാട്ടിൽ മേടിക്കാൻ പറ്റിയ വിശ്വാസികൾ പാവപ്പെട്ടവരുണ്ട്. അത് ഞാൻ മടക്കി എൻ്റെ പെട്ടിയുടെ അടി വെച്ചിട്ടുണ്ട്. സ്തോത്രം. അതുപോലും മേടിക്കാൻ ആളുണ്ട്, അതും കളയത്തില്ല. സ്തോത്രം. ഞാൻ അങ്ങനെ ഇരുന്നു. ഞാൻ അതിനെക്കുറിച്ച് അങ്ങ് വിട്ടു. കർത്താവേ, നീ തന്നു, നീ എടുത്തു, പോട്ടെ, ആ വിഷയം വിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോ എൻ്റെ അമ്മയുടെ സാരി ഉടുത്ത് സ്നാനപ്പെട്ട ഒരു സഹോദരി ഇവിടെ ഉണ്ട്. സ്വത്രം. ഒത്തിരി 40 കൊല്ലമായി ഞങ്ങൾ നമ്മളീ കണ്ടിട്ട്. ഞാൻ വരുന്നെന്ന് അറിഞ്ഞുകൊണ്ട് അവരെന്നെ വിളിപ്പിച്ചു. ഞാൻ അവിടെ ചെന്നു, കണ്ടു. അമ്മ ഭയങ്കര സന്തോഷം. എന്നെ കളികളേതാ. ദൈവത്തിന് സ്തോത്രം. ഒരേ കാലയളവിൽ ഞങ്ങൾ സ്നാനപ്പെടുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. എന്തിനു പറയണം, 1 പോയതിന് 2 എണ്ണം. ഞാനിതൊന്നും ആരോടും പറഞ്ഞില്ല. ആമേൻ. എൻ്റെ ആവശ്യം ദൈവത്തിനറിയാൻ, എൻ്റെ ആവശ്യം ദൈവത്തിനറിയാം. ദൈവമക്കളെ, എൻ്റെ പ്രസംഗം മുഴുവനും എൻ്റെ അനുഭവമാണ്. ഞാൻ വേദപുസ്തകം കൈവച്ചുകൊണ്ട് പറയുന്നു, എൻ്റെ പ്രസംഗം എൻ്റെ അനുഭവമാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ഇന്ന് രാത്രികാലം വാഗ്ദത്തം പ്രാപിക്കണമോ? എന്തു തിന്നും എന്ത് കുടിക്കും, നാളെ എങ്ങനായി? ഇതൊന്നും ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ലെന്നേ. ഇതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് ഒരു കഴമ്പുമില്ലെന്നേ. ചിന്തിച്ചുകൊണ്ട് ഒരു കാര്യമില്ലെന്നേ. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം കരുതുന്ന ദൈവമാണ്. കരുതുന്ന ദൈവമാണ്. എനിക്കെല്ലാം കരുതിയിട്ടുണ്ട്. സ്വത്രം. 1 പോയപ്പോ 2 എണ്ണം കരുതി. പോരെ, അത് മതി. സ്വത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവജനത്തോട് പറയുന്നു, നിന്റെ വാഗ്ദത്തങ്ങൾ നിത്യമായ വാഗ്ദത്തങ്ങൾ, ഉയരത്തിലുള്ള വാഗ്ദത്തങ്ങൾ, ഭൂമിയിലുള്ള നന്മകൾ പ്രാപിക്കുവാൻ, ദൈവവചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ, ദൈവവചന അടിസ്ഥാനത്തിൽ നിന്റെ കൂടെ നിൽക്കുന്ന കർത്താവിനെ, ആമേൻ, മരിച്ച് കാൽവറി കിടക്കുന്ന കർത്താവല്ല, കല്ലറയിൽ അടക്കപ്പെട്ട കർത്താവല്ല, ഉയർത്തെഴുന്നേറ്റവനായി മഹത്വത്തിൽ ജീവിക്കുന്ന കർത്താവ് ഇന്ന് രാത്രിയിൽ നിന്റെ സമീപത്ത് നിൽക്കുമ്പോൾ നിനക്ക് അവനെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ പേര് വിശ്വാസി എന്ന് വിളിക്കരുത്. സ്തോത്രം. ഞാൻ ചോദിക്കുന്നു, ദൈവസഭയ്ക്കകത്ത്, പാസ്റ്റർ സമയം കഴിഞ്ഞു, ദൈവസഭയ്ക്കകത്ത് ദുഷ്ടന്മാരുണ്ടോ? തെളിയിച്ചേരുണ്ടെന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നു. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത്. ആമേൻ. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകരുത്. അപ്പൊ അവിശ്വാസമുള്ളവന്റെ എന്തുവാ? ദുഷ്ടഹൃദയം. അവൻ എന്തോ പ്രവർത്തിക്കത്തുള്ളൂ, അവൻ ദുഷ്ടതയെ പ്രവർത്തിക്കത്തുള്ളൂ. സഭയ്ക്കകത്ത് എന്താ പ്രശ്നം ഉണ്ടാകുന്നത്? സഭയിൽ എന്താ പുറുപുറുപ്പ് ഉണ്ടാകുന്നത്? സഭയിൽ എന്താ മുറുപുറുപ്പ് ഉണ്ടാകുന്നത്? സഭയിൽ എന്താ അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഒറ്റ മറുപടിയെ എനിക്ക് പറയാനുള്ളൂ. ആമേൻ. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയക്കാരാണ്, ദുഷ്ടനാണ് ഈ ദുഷ്ടതയെല്ലാം പ്രവർത്തിക്കുന്നത്. ആമേൻ. ദൈവസഭയ്ക്കകത്ത് ദുഷ്ടത വെളിപ്പെടാതിരിക്കണമെങ്കിൽ, പിശാചിന്റെ ആയുധങ്ങൾ സഭയ്ക്കകത്ത് തലപൊക്കാതിരിക്കണമെങ്കിൽ, വിശ്വാസത്തിനു വേണ്ടി വില കൊടുക്കാൻ നീ തയ്യാറാണെങ്കിൽ, അകത്തളത്തിൽ വെളിപ്പെടുന്നത് വെറും ബഹളമല്ല, അതിനകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും സഭയ്ക്കകത്ത് വെളിപ്പെടും. ഞാൻ ഒരു സഭയുടെ ശുശ്രൂഷകനായിരുന്നു. എൻ്റെ ലോക്കൽ സഭയ്ക്കകത്ത് ഹാർട്ട് അറ്റാക്ക് വന്ന് 5 ബ്ലോക്ക് ഉള്ളതിനെയൊക്കെ ഒറ്റ പ്രാർത്ഥന, പരിശുദ്ധാത്മാവ് പുതിയ ഹൃദയം കൊടുത്ത് ഇന്നും ജീവനോട് ഇരിപ്പുണ്ട്. ആക്സിഡന്റ് പറ്റി കാലിന്റെ മാംസപേശികൾ 2ആയി വിണ്ടുപോയത്, ഓപ്പറേഷൻ ചെയ്ത് ഒന്നിച്ചാക്കണമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്ത ആളിനെ ഒരു പ്രാർത്ഥന
ഈ വലങ്കരം കൊണ്ട് ആമെ പൊട്ടിയ സ്ഥാനത്ത് ഒരു അടിയും വെച്ചു കൊടുത്തു. എന്റെ പൊന്നു പാസ്റ്ററേ എന്ന് ഒരു വിളി വിളിച്ചു. ഞാൻ പറഞ്ഞു, അച്ചായന്റെ കാല് സൗഖ്യമായി, ഇനി MRI എടുത്തിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മതി. ഇന്ന് വരെ ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. ആമി അന്ന് സൗഖ്യമായതാ. സ്വത്രം. വിശ്വാസത്തിന്റെ വീരന്മാരായി എഴുന്നേക്ക്. കേവലം വിശ്വാസികളായിട്ട് ആമി വിശ്വാസിയുടെ പേര് പറഞ്ഞ് ഇരുന്നത് മതി. നിന്റെ വാഗ്ദത്തം നിനക്ക് അന്യപ്പെട്ടു പോകും. പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ആത്മാവിലെയും ജഡത്തിലെയും സകല കന്മഷവും പോക്കി ദൈവ ഭയത്തിൽ വിശുദ്ധിയെ തികച്ചു പോകണമെങ്കിൽ നിന്റെ അടിസ്ഥാന ഘടകമായ വിശ്വാസം നിന്റെ അകത്ത് അന്തർലീനമായി മാറണം. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം സഭയ്ക്കകത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ദൈവത്തിന്റെ ശത്രുവായി നീ മാറും. ദൈവം നിന്റെ ശത്രുവായി മാറും. അത് വേണ്ട. നമുക്ക് ഇന്ന് രാത്രി മടങ്ങി വരാം. സഹിഷ്ണുതയോടെ സിദ്ധത. ആമേൻ. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നതായതുകൊണ്ട് എന്റെ ദൈവത്തിന്റെ ജനമേ, വിശ്വാസം എന്ന ആയുധം നമുക്കെടുക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവായുധ വർഗം ധരിച്ചുകൊണ്ട് ഈ ദുഷ്ടപിശാചിനോട് പോരാടി അവനെ ജയിക്കാൻ ആവശ്യമുള്ളത് നമ്മൾ പ്രാപിക്കണം. 4 പാട്ടും പാടി, ഒരു സങ്കീർത്തനവും കേട്ടു, ഒരു പ്രസംഗവും കേട്ടു, സഭായോഗം തൃപ്തിയായെന്ന് പറഞ്ഞ് പോന്ന പണി നിർത്തിയിട്ട് ഇനിയത്തെ യോഗങ്ങൾ ദൈവ സാന്നിധ്യത്തെ വിളിച്ചു വരുത്തി ജീവിതത്തിൽ അനുഭവിക്കുന്ന വിശ്വാസത്തിന്റെ ഉടമകളായി, യെസ്, കുടുംബത്തിനകത്തെ പ്രശ്നങ്ങളൊക്കെ മാറുവന്നേ. തേജസ് വെളിപ്പെടുമ്പോൾ അകത്തളത്തിലെ ഇരുളിന്റെ വാഴ്ചകൾ അവസാനിക്കും. അവൻ ഇറങ്ങിപ്പോകും. നിന്റെ വീടിനകത്ത് പ്രകാശം പരക്കും. വിളക്ക് കത്തും. അത് തണ്ടിന്മേൽ വെക്കും. മറ്റുള്ളവരെല്ലാം ആ പ്രകാശം കാണും. നിന്റെ ദേശം ആ പ്രകാശം കാണും. ലീഡ്സ് പട്ടണം അത്ര മോശമല്ല. പൈശാചിക ശക്തികളുടെ എന്തോ പറയുന്നേ, തേർവാഴ്ച നടക്കുന്ന ദേശമായത്. അതുകൊണ്ടത് മനസ്സിലാക്കി ദൈവത്തിന്റെ ജനം അതിനൊത്തവണ്ണം തീഷ്ണതയോടെ മന്ദത മാറ്റിക്കളഞ്ഞ് ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി ദൈവത്തെ സേവിക്കാം. നിന്റെ ഒരു പ്രാർത്ഥന കേട്ടാൽ അടുത്തിരിക്കുന്നവനൊന്ന് കുലുങ്ങണം. നിന്റെ ഒരു സ്തോത്രം കേട്ടാൽ അടുത്തിരിക്കുന്നവനൊന്ന് ഞെട്ടണം. അകത്തളവൊന്ന് തുറക്കണം. ലോകത്തിന്റെ വിഷയങ്ങൾ വിട, ബാക്കിയെല്ലാം വിട. അത് ദൈവത്തിന് കൊടുക്ക്. നിന്റെ കൈ കൊണ്ട് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. നിനക്ക് വേണ്ടി കരുതുന്ന, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നിന്റെ കൂടെ നിപ്പുണ്ട്. നിന്റെ ജോലി അവനെ ഒന്ന് വിശ്വസിച്ചു കൊടുക്കുക. കണ്ണുകളെ അടയ്ക്കാം, തലകളെ മണക്കാം, ദൈവത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിശ്വാസത്തിന്റെ വീരനും ആമേൻ ഹല്ലേലൂയ ശക്തനായ കർത്താവിനെ നമുക്കൊന്ന് സേവിക്കാം. അകത്തളം ഒന്ന് തുറക്ക, വായൊന്ന് തുറക്ക. ഞാൻ കേൾക്കുന്നില്ല, നിന്റെ കർത്താവ് ഒന്ന് കേൾക്കട്ടെ. നിന്റെ വീട്ടിനകത്ത് സ്തോത്രം ഒന്ന് മുഴങ്ങട്ടെ. വിശ്വാസത്തിന്റെ പ്രഖ്യാപനം നടത്ത്. ഞാൻ നടക്കുന്നെങ്കിൽ, ഞാൻ ജീവിക്കുന്നെങ്കിൽ, ഞാൻ അടുത്ത ചുവട് വെക്കുന്നെങ്കിൽ ഒരു വിശ്വാസിയായിട്ട് ഞാൻ ജീവിക്കും. എന്റെ ആശ എന്റെ കർത്താവില. പണമല്ല എന്നെ നടത്തുന്നത്, പണമല്ല എന്റെ വിഷയം, ലോകത്തിലുള്ള ഒന്നുമല്ല എന്റെ വിഷയം. എന്റെ വിശ്വാസമാണ് എനിക്ക് വലുത്. ലോകത്തെ ജയിച്ച ജയമോ അവരുടെ വിശ്വാസം തന്നെ. ആമേൻ. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസരമൊരുക്കിയ ദൈവദാസനും നന്ദി പറയുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.